സ്വന്തക്കാരും ബന്ധുക്കളൊന്നും സാക്ഷി നിന്നില്ലെങ്കിലും ഞാൻ താലി കെട്ടിയ പെണ്ണാണ് നീ. എന്തിന്റെ പേരിലായാലും ഞാൻ താലി കെട്ടി കൊണ്ടുവന്ന പെണ്ണ് എന്റെ കൺമുമ്പിൽ ഇങ്ങനെ നിലത്ത് കിടക്കുന്നത് എനിക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഒന്നുകിലും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കട്ടിലേക്ക് കിടക്കും, അല്ലെങ്കിൽ ഒരുമിച്ച് നിലത്ത്. താനെന്താ വല്ല തമിഴ് സിനിമയും കണ്ടിട്ടുള്ള വരവാണോ ഇത്? അല്ല, പണ്ട് ഏതോ തമിഴ് സിനിമയില് പിണങ്ങിക്കിടക്കുന്ന ഭാര്യയെ വശീകരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ചില ചീപ്പ് നമ്പറുകൾ ഇറക്കുന്ന നായകനെ കണ്ടൊരു ഓർമ്മയുണ്ട്. അതുകൊണ്ട് ചോദിച്ചാ. അഞ്ജലി, ഐ എം സീരിയസ്. ഞാൻ തന്നോട് ലോഹം കൂടാനോ എല്ലാം മറന്ന് ദാമ്പത്യ ജീവിതത്തിലേക്ക് ക്ഷണിക്കാനോ വന്നതല്ല. ഞാൻ കാരണം താൻ ഇങ്ങനെ നിലത്ത് കിടക്കുന്നത് അത് വല്ലാത്തൊരു ചീപ്പ് ഏർപ്പാടാ. ആ പ്രവൃത്തിയാണ് സിനിമകളിലുള്ളത്. നമുക്കത് യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം, പ്ലീസ്. ശരി, കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് ഞാൻ ഒരു കോംപ്രമൈസിനൊരുക്കാം. നമ്മൾ രണ്ടുപേരും ഇന്നു മുതൽ ഒരു കട്ടില കിടക്കുക. പക്ഷെ ഒരു കണ്ടീഷൻ. എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ലോകം, അർജുന്റേതായ ഒരു ലോകം. എന്റെ ലോകത്തേക്ക് അർജുൻ കടന്നു വരാൻ പാടില്ല ഒരിക്കലും. പിന്നെ ഞാനിങ്ങനൊരു തീരുമാനം എടുത്തതിന്റെ കാരണം കൂടി പറയാം. ഇപ്പൊ കാർത്തിക് പത്മ കേസിൽ ഈ അഡ്വക്കേറ്റ് അഞ്ജലി തോൽക്കണമെന്നും അതിലൂടെ ഞാൻ ഈ വീട്ടിൽ നിന്നും പുറത്താവണമെന്നും ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഈ വീട്ടിനകത്ത് തന്നെ ഉണ്ട്. അവരുടെ മുന്നിൽ തൽക്കാലം തോറ്റുകൊടുക്കാൻ ഈ അഞ്ജലി തയ്യാറല്ല.